മലപ്പുറത്ത് മഞ്ഞപ്പിത്തം രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. വള്ളിക്കുന്ന് മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് മഞ്ഞപ്പിത്ത വ്യാപനം തുടരുന്നത്. കൂടാതെ ജില്ലയിൽ ഷിഗല്ല രോഗബാധ കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ 4 വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. മഴ ശക്തമായതോടെ മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. ജില്ലയിലെ വള്ളിക്കുന്ന്, അത്താണിക്കൽ, മുന്നിയൂർ, തേഞ്ഞിപ്പലം, ചേലമ്പ്ര തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത്. ഒരു മാസത്തിനിടയിൽ അത്താണിക്കലിൽ മാത്രം 284 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ 459 പേർ വിവിധ സമയങ്ങളിലായി ചികിത്സ തേടി. ഈ വർഷം 7 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത്. ഇതുവരെ 6000-നടുത്ത് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്ക്. നിലവിൽ മഞ്ഞപ്പിത്ത രോഗവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരണം. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ ഐസിയും കാര്യങ്ങളും അവിടെ സർവൈലൻസും എല്ലാം ഊർജ്ജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡറി കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അവിടെ മൈക്ക് പബ്ലിസിറ്റിയും കാര്യങ്ങളും എല്ലാം, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓരോ ഗ്രാമപഞ്ചായത്തുകളും ജനപ്രതിനിധികളും ഒക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അതിൽ അവർക്ക് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. ചേലമ്പ്രയിൽ 15 വയസ്സുകാരി മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് മരിച്ചിരുന്നു. വിദ്യാർത്ഥിയുടെ മരണം മഞ്ഞപ്പിത്ത ബാധയെ തുടർന്നാണോ എന്ന വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മഞ്ഞപ്പിത്തത്തോടൊപ്പം ജില്ലയിൽ ഷിഗല്ല രോഗബാധയും സ്ഥിരീകരിച്ചു. കൊണ്ടോട്ടി കോഴിപ്പുറത്ത് വെണ്ണായൂർ AM-LP സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് അധ്യാപകരുൾപ്പെടെ 127 വിദ്യാർത്ഥികൾ ചികിത്സ തേടിയിരുന്നു. ഇതിൽ 4 വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ രോഗബാധയുണ്ടായിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മഞ്ഞപ്പിത്തവും ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രദേശത്ത് സ്കൂളുകൾക്ക് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് മലയാളം, മലപ്പുറം.